വീർ സവർക്കർ എന്ന് അവർ വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ പക്ഷത്തുള്ള ആളുകൾ വിളിക്കുന്ന വി ഡി സവർക്കർ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടൊക്കെ കാണുന്ന ആളുകളുണ്ട്. കോടതി അത് പറഞ്ഞ് സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് അംഗീകരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഹിന്ദുത്വ രാഷ്ട്രീയധാരയുടെ പ്രധാനപ്പെട്ട നേതാവാണ് വി ഡി സവർക്കർ. ഇദ്ദേഹമാണെങ്കിൽ രാഹുൽ ഗാന്ധിയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ധാരയുടെ ആളാണ്. വി ഡി സവർക്കർ മഹാത്മാഗാന്ധിയെ കൊന്ന കേസിലെ പ്രതിയായിരുന്നു. അങ്ങനെ കുറ്റാരോപണം നേരിട്ട ആളാണ്. ശിക്ഷയിൽ നിന്ന് മാറിപ്പോയെങ്കിലും കുറ്റാരോപണം നേരിട്ട ആളാണ്. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി ഏറ്റവും പ്രധാനപ്പെട്ട ആളായി കൊണ്ടു നടക്കുന്ന കോൺഗ്രസിൻ്റെ ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തെ വിമർശിക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അങ്ങനെയാണ് ജനാധിപത്യം സംവിധാനം രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തെമ്പാടും നടക്കുന്നത്. അതായത് എൻ്റെ രാഷ്ട്രീയ പക്ഷത്തെ എതിർ നിൽക്കുന്ന ആളാണ് ഹർഷനെങ്കിൽ ഞാൻ ഹർഷനെ വിമർശിക്കും. അതിനകത്ത് യാതൊരു കാര്യമില്ല. ഹർഷൻ എത്ര പ്രധാനപ്പെട്ട നേതാവായിട്ട് നിങ്ങൾ ആരാധിക്കുന്ന ആളുകൾക്കിടയിൽ ഉണ്ടെങ്കിലും വിമർശിക്കാനുള്ള അധികാരമാണ്, അവകാശമാണ് ജനാധിപത്യത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി നെഹ്റുവിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു? നെഹ്റുവിൻ്റെ കീഴിൽ നമ്മുടെ ഭരണഘടന കോംപ്രമൈസ് ചെയ്യപ്പെട്ടു. ഗാന്ധി കുടുംബം നെഹ്റുവിൻ്റെ പേര് ഉപയോഗിക്കുന്നത് ലജ്ജിക്കുന്നു. നെഹ്റു കാലത്തെ അബദ്ധങ്ങളുടെ വില ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ ഹോണ്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ ജനാധിപത്യം പിന്നോട്ട് പോയത് ഗാന്ധി കുടുംബത്തിൻ്റെ അധികാരത്തോടുള്ള ആസക്തി കൊണ്ടാണ്. അത് തുടങ്ങിയ നെഹ്റുവിൽ നിന്നാണ്. ഇങ്ങനെ നെഹ്റുവിനെ നരേന്ദ്രമോദി ഇഷ്ടം തവണ പോലെ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോഴും വിമർശിക്കും, ഇനിയും വിമർശിക്കും. അത് വേണ്ടതാണ്. കാരണം നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെ എതിർക്കാനുള്ള വിമർശിക്കാനുള്ള അധികാരം നരേന്ദ്രമോദിക്കുണ്ട്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയെ തുടരണമെന്നാണ് ഞാൻ പറയുക. പിന്നെ മഹാത്മാഗാന്ധിയെ കൊന്ന കേസിൽ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്നതാണ് ആ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണമെങ്കിൽ പിണറായി വിജയൻ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കൊലപാതക കേസിൽ കുറ്റാരോപിതനായിരുന്നു. പക്ഷേ കോടതി കുറ്റവിമുക്തനാക്കിയതാണ്. പക്ഷേ ഇപ്പോഴും രാഷ്ട്രീയ നേതാക്കളെല്ലാം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വാടിക്കൽ രാമകൃഷ്ണൻ കൊലപാതക കേസിലെ പ്രതിയിലെ പിണറായി വിജയൻ എന്ന് വിമർശിക്കും. അത് വേണം. അതാണ് ജനാധിപത്യ സംവിധാനം.